നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാചേരി രാമചന്ദ്രന് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് സർവീസ് സംഘടനാ സമിതി ആഹ്വാനം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി VS സൂരജ് ജില്ലാ കളക്ടർക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട നോട്ടീസും കൈമാറി. വാർത്തകൾ വിശദമായി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്താദ്യമായി ഡോക്ടേഴ്സ് ദിനത്തിൽ ആരംഭിച്ച ക്ലിനിക് അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യയിലെ കണക്ക് പെർ ഡേ 474 പേർ ആക്സിഡന്റിൽ മരിക്കുന്നതാണ്. അപ്പൊ ഏതാണ്ട് ഒരു ഏറ്റവും ഹൈയസ്റ്റ് ആയ റേറ്റ് ഒരു കണക്ക് വന്നേക്കുന്നത് 1,70,70,491 ഡെത്ത്, 4,61,312 റോഡ് ആക്സിഡന്റ് കേസ് റിപ്പോർട്ടഡായ കേസുകൾ മാത്രമാണ്. അത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്ന നമ്പറാണ് ഞാനീ പറഞ്ഞത്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് 3,875 പേർ ആക്സിഡന്റ് കേസിൽ മരിച്ചു. 48,841 ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു. മരണം കൃത്യമായിരിക്കും, ആക്സിഡന്റ് കേസ് ഇത്രയല്ല. കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത് കേസ് എടുത്തത് മാത്രമാണ് റെക്കോർഡിക്കലായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിലേറെയാണ്. അപ്പൊ അത് ഏതെല്ലാം തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ കുറച്ച് അളവ് കുറയ്ക്കാൻ പറ്റും. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ സംസാരിച്ചു റോഡിന്റെ അവസ്ഥ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. റോഡിന്റെ അവസ്ഥ എന്ന് സംഗതി പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് പറയാം. മോശം റോഡ് എന്ന ഒരു സാധാരണ നമ്മളെല്ലാം പ്രയോഗിക്കുന്ന അങ്ങനെയായിരിക്കും. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ആ വേർഡിന്റെ മീനിങ് കൃത്യമായിട്ടല്ല നമ്മൾ പറയുക, പ്രയോഗിക്കുന്ന അങ്ങനെയല്ല. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത പരിധി കിടക്കുകയാണ് എന്നാണ്, ആ സെൻസിലാണ് നമ്മളെല്ലാം പ്രയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഹൈവേ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആക്സിഡന്റ് കേസ് വന്നത് ആ റോഡിന്റെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് സെൻസിലുള്ള ആ കടപ്പിലാണ്. എന്നാൽ റോഡുകൾ നന്നായി ചെയ്യുമ്പോൾ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം, ക്ലിനിക്കൽ വൈദഗ്ധ്യം, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സമൂഹ പങ്കാളിത്തം എന്നിവ സമന്വയിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഭാഗമായി ഡ്രൈവർമാർക്ക് പ്രാഥമികാരോഗ്യ പരിശോധനകളും കാഴ്ച, കേൾവി, ന്യൂറോ സംബന്ധമായ പരിശോധനകളും നടത്തും. അപകടമുണ്ടായാൽ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഡ്രൈവർമാരെ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകും. പരിശീലനം സിദ്ധിച്ച 25 മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തി റോഡ് സുരക്ഷയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നയിക്കും. ബുധനാഴ്ചകളിൽ രാവിലെ 9 മുതൽ 12 വരെ കമ്മ്യൂണിറ്റി മെഡിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിവന്റീവ് മെഡിസിന് സമീപമാകും ക്ലിനിക്കിന്റെ പ്രവർത്തനം നടക്കുക. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ചികിത്സയല്ല, മറിച്ച് അപകടം ഒഴിവാക്കാനുള്ള നടപടികളാണ് ക്ലിനിക്കിൽ ഉണ്ടാവുക. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ RTO AK ദിലു, RMO ഡോക്ടർ PL ലക്ഷ്മി, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PS സഞ്ജയ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ നിഷ ജേക്കബ്, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സാൻ മരിയ ബേബി, കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കരോൾ പിൻ ഹെയ്റോ, ഡോക്ടർ വിശ്വകല എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിന്ദു വാസുദേവ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സർക്കാർ അടിയന്തര പരിഹാരം കാണണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അഭിപ്രായപ്പെട്ടു.
മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. തീർച്ചയായും ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ, ജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ടോ എന്ന ന്യായമായ ചോദ്യമാണ് ഇത്. നമ്മൾ ഡോക്ടർമാർ എന്ന പ്രത്യേക സമരത്തിലാണ്. കാരണം ഡോക്ടേഴ്സ് ഡേ വളരെ സമൃദ്ധമായി സെലിബ്രേറ്റ് ചെയ്യാണ് ഡോക്ടേഴ്സ് ഡേ. ഡോക്ടർ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് ഡേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസത്തിൽ അത് ആഘോഷിക്കുന്നതിന് പകരം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ആ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ അവർ പ്രക്ഷോഭം നടത്തുക എത്ര ദയനീയമായ കാഴ്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എത്ര ഗവൺമെന്റുകൾ ഈ സംസ്ഥാനം ഭരിച്ചു, ഇടതുപക്ഷം ഭരിച്ചു, യൂണിയൻ ഭരിച്ചു. പ്രഗത്ഭരായ ആരോഗ്യ വകുപ്പ് മന്ത്രിമാർ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ 18 ഡോക്ടർമാർ വേണ്ട സർജറി വിഭാഗത്തിൽ 6 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോഴുള്ളത്. പലരും സ്ഥലം മാറിപ്പോയിട്ടും പെൻഷൻ പറ്റിയ ഒഴിവിലും ആരെയും നാളിതുവരെ നിയമിച്ചിട്ടില്ല. ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് OP ഡോക്ടറുടെ സേവനം ഉള്ളത്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ദുരിതത്തിലാവുന്ന കാഴ്ച നിത്യസംഭവമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്, UDF ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ, ഡോക്ടർ KS മനോജ് XMP, ഡോക്ടർ നെടുമുടി ഹരികുമാർ, അഡ്വക്കേറ്റ് KR മുരളീധരൻ, തോമസ് ജോസഫ്, അഡ്വക്കേറ്റ് U മുഹമ്മദ്, സജി ജോസഫ്, T സുബ്രഹ്മണ്യദാസ്, G സഞ്ജീവ് ഭട്ട്, S സുബാഹു, S ബാബു, അഡ്വക്കേറ്റ് V ഷുക്കൂർ, ജേക്കബ് തമ്പാൻ, ജോൺ K മാത്യു, K ഗോപകുമാർ, KV മേഘനാഥൻ, അഡ്വക്കേറ്റ് M രവീന്ദ്രദാസ്, സുനിൽ ജോർജ്, പ്രതാപൻ ചാവേലി, പ്രമോദ് ചന്ദ്രൻ, R ശശിധരൻ, സജി കുര്യാക്കോസ്, JT റാംസെ, TA ഹാമിദ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാച്ചേരി രാമചന്ദ്രന് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാച്ചേരി രാമചന്ദ്രനും NV പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് A അരവിന്ദനും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഇക്കുറി നൽകുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ദേശാഭിമാനിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചയാളാണ്. ഏതാണ്ട് 32 വർഷം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അതിലുപരി സാഹിത്യ രംഗത്ത് കവി എന്ന നിലയിലും ഗദ്യകാരൻ എന്ന നിലയിലുമൊക്കെ വലിയ സംഭാവനകൾ. ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പത്രരംഗത്ത്, അച്ചടി മാധ്യമ രംഗത്ത് ഉള്ള സമഗ്ര സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു വരുന്നത്. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് പുരസ്കാരം നൽകുന്നത്. പത്രപ്രവർത്തക അവാർഡിന് 25,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടും. 5,000 രൂപയാണ് മെഡിക്കൽ അവാർഡ്. ഈ മാസം 12-ന് ആലപ്പുഴ YMCA ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് KC വേണുഗോപാൽ MP പത്രപ്രവർത്തക അവാർഡും ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ മെഡിക്കൽ അവാർഡും സമ്മാനിക്കും. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കളർകോട് ഹരികുമാർ, സെക്രട്ടറി A ഷൗക്കത്ത്, അവാർഡ് നിർണയ സമിതി അംഗം P ജയനാഥ്, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് JR പാറട്ടറ, V രാമചന്ദ്ര പ്രഭു, R അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് സർവീസ് സംഘടനാ സമിതി ആഹ്വാനം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി VS സൂരജ് ജില്ലാ കളക്ടർക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട നോട്ടീസും കൈമാറി.
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വലതുപക്ഷവൽക്കരണ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ തൊഴിലാളി സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ അഖിലേന്ത്യാ ഫെഡറേഷനും ആഹ്വാനം ചെയ്തിട്ടുള്ള ജൂലൈ 9 ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമിതി ആഹ്വാനം ചെയ്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ സെക്രട്ടറി വി എസ് സൂരജ് ജില്ലാ കളക്ടർക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട നോട്ടീസും കൈമാറി. സമരസമിതി നേതാക്കളായ സി സുരേഷ്, എം അനിൽകുമാർ, എസ് ഷഹീർ, പി സുരേഷ്, എസ് പി സുമോദ്, ആർ രമേശ് എന്നിവർ സംബന്ധിച്ചു. സോഷ്യലിസം മാറ്റണമെന്ന RSS നേതാവിന്റെ കാഴ്ചപ്പാടിനെ ശക്തമായി അപലപിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യലിസം മാറ്റണമെന്ന RSS നേതാവിന്റെ കാഴ്ചപ്പാടിനെ ശക്തമായി അപലപിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യം മതേതര രാജ്യമാണ്. സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം. മതേതര രാജ്യമായ ഭാരതത്തെ തകർക്കാനും സോഷ്യലിസത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ ഇല്ലാതാക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നും അതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സോഷ്യലിസവും മാറ്റണമെന്നുള്ള RSS നേതാവിൻ്റെ പ്രസംഗം ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. ഈ രാജ്യം മതേതര രാജ്യമാണ്. സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് അടുക്കാൻ ഇന്ത്യൻ ജനത തയ്യാറായ കാലഘട്ടമാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം. ഇപ്പോൾ RSSന് ഇങ്ങനെ ബോധോദയമുണ്ടായത് എന്തുകൊണ്ട്? ഗോൾവർക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴകിപ്പോയതാണ്. ഇപ്പോൾ മതേതര രാജ്യമായ ഭാരതത്തെ തകർക്കാനും സോഷ്യലിസത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ ഇല്ലാതാക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. അതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് പാർട്ടിയും അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിക്കും എന്ന് പറയാൻ ഞാൻ. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. H. സലാം MLA അനുമോദന ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. വീട്ടിലെ കുട്ടിയും അവരുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ലിംഗമായി ഒരു നേട്ടത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ഒരു നേട്ടമായി മാറുക അല്ലെങ്കിൽ അങ്ങനെ മാറ്റുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെല്ലാം വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മൾ സ്വന്തമായി കുറച്ച് പൈസ ചെലവഴിക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഏറെ പണം നമ്മുടെ ഗവൺമെന്റ്, സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഏത് നിലയിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കി മടങ്ങിയെത്തിയാലും ഒരു നിശ്ചിതമായ ഫീസ് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് ഭാഗമായിട്ട് കാണും. പക്ഷെ നമ്മൾ നൽകുന്ന ഫീസ് മാത്രമായിരിക്കില്ല ആ വിദ്യാഭ്യാസ ചെലവ് എന്ന് പറയുന്നത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുക. സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, അല്ലെ അധ്യാപകർക്ക് മാത്രമല്ല കൊടുക്കുന്നത്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ മേലേക്ക് ഏത് വിദ്യാഭ്യാസം നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിനായി നമ്മൾ ചെലവഴിക്കപ്പെടുന്നത്. അത് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നൽകുന്ന നികുതി പണം ഉപയോഗിച്ചാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം നോക്കിയാൽ ചെലവഴിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ആരോഗ്യ മേഖല നോക്കിയാൽ ചെലവഴിക്കപ്പെടുന്ന പൈസ അങ്ങനെയാണ്. ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ചെലവഴിക്കപ്പെടുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ സമാഹരിക്കപ്പെടുന്ന നികുതി പണമാണ് ഇതെല്ലാം ചെലവഴിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളത്തിലാണ് ഇതുപോലെ മികച്ച വിദ്യാഭ്യാസ സംവിധാനമുള്ളത്. അതിന് ചരിത്രപരമായി കാരണം സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലാണ് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസ ക്രമം രൂപപ്പെട്ടത് ഈ കേരളത്തിലാണ്. ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ CITU ഏരിയ സെക്രട്ടറി J. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R. രാഹുൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, DYFI ബ്ലോക്ക് പ്രസിഡന്റ് A. അരുൺലാൽ എന്നിവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. അശോക് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. എച്ച് സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ധർണ കൊടിക്കുന്നിൽ സുരേഷ് MV ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാചേരി രാമചന്ദ്രന് നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് സർവീസ് സംഘടനാ സമിതി ആഹ്വാനം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി VS സൂരജ് ജില്ലാ കളക്ടർക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട നോട്ടീസും കൈമാറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.